വർഷങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ച ആൾക്കാർ മൂന്നാം നാൾ പിരിഞ്ഞു പോകുന്നില്ലേ? ഈ 6-7 വർഷം ഇവരെന്ത് വേ ചെയ്തോണ്ടിരുന്നത്? ഇതിങ്ങനെയാണോ തോരൻ അരിയുന്നത്? പാത്രം കഴുകിയിട്ട് എന്തിനാ കമത്തി വെച്ചത്? ഇതൊക്കെയാണോ നിന്നെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത്? മനുഷ്യൻ മാത്രമാണ് ഒരു കുഞ്ഞുണ്ടായി അവനെ കല്യാണം കഴിപ്പിച്ച് അല്ലെങ്കിൽ അവളെ കല്യാണം കഴിപ്പിച്ച് അവളുടെ പിള്ളേരെ വളർത്തി പറ്റുമെങ്കിൽ അതിന്റെ കൊച്ചുങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് എന്തിന് ഞാൻ മറ്റൊരാളോട് അഡ്ജസ്റ്റ് ചെയ്യണം? അവൻ അല്ലെങ്കിൽ വേറൊരുത്തൻ, അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ വേറൊരുത്തി. ഈ പുള്ളിക്കാരി ഇയാള് ഓഫീസിൽ പോയി കഴിയുമ്പോൾ ഇവരോട് വഴക്കുണ്ടാക്കും, ചൂല് വെച്ച് ഇവരെ അടിക്കും, ഈ അച്ഛനെയും അമ്മയും. തിരിച്ചവള് വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ കലിപ്പന്റെ കലിപ്പ് എന്താണെന്നും കാന്താരിയുടെ പവർ എന്താണെന്നും പുള്ളിക്കാരിക്ക് നന്നായിട്ട് മനസ്സിലായത്. അടിന്ന് പറഞ്ഞ മാരേജ് മാത്രമാണ് ജീവിതത്തിന്റെ അവസാനം എന്ന് വിചാരിക്കുന്ന കുറെ മന്ദബുദ്ധികൾ. ചന്തയിലൊക്കെ കന്നുകാലികൾ വില വേശില്ലേ, അതേപോലെയാണ് പുള്ളിക്കാരി പൈസയ്ക്ക് വേണ്ടി വില വേശുന്നത്. നമ്മൾ സ്ത്രീകൾ വന്നൊരു കാര്യം പറയുമ്പോൾ അതൊരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി പറയണല്ല. നിനക്കെന്താ പണി? നീ ഇവിടെ ഫുൾ ടൈം വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ? 5 പൈസ ശമ്പളവും ഇല്ല, ചിത്തവിളിയും ഇതും ബാക്കി മാത്രം. പെൺകുട്ടിയായിട്ട് സംസാരിച്ച് കൗൺസിലിംഗ് കൂടി ഇന്നലെ അയാൾ സൂയിസൈഡ് ചെയ്തു. എത്രയായാലും കല്യാണം കഴിച്ചു പോയില്ലേ, ഇനി അവൾ അവിടെയല്ലേ താമസിക്കണ്ട. നാളെ ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞു കെട്ടി കൊച്ചിനെ കിട്ടിയ ഒരു സമാധാനാവും. അപ്പം നെഞ്ചത്തടിച്ച് കരഞ്ഞാൽ മതിയോ?